മുലപ്പാല് പ്രകൃതിയുടെ ഒരു അത്ഭുതമാണ്. പലരും വിചാരിക്കുക ഇതൊരു ന്യൂട്രിയന്റ് ഉള്ള ഒരു പാല് അത്രേ കാണും. പക്ഷെ അതല്ല, നിങ്ങൾ കേൾക്കാത്ത അറിയാത്ത കുറെ കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. ആദ്യത്തെ 3 ദിവസം വരുന്ന പാല് തിക്ക് ഗോൾഡൻ യെല്ലോ കളറിലുള്ള പാലാണ്. ഇതിന് കൊളസ്ട്രം എന്ന് പറയാം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് കുട്ടിയുടെ ഫസ്റ്റ് പ്രതിരോധ ശക്തിക്കുള്ള വാക്സിൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് 1-2 ആഴ്ച വരുന്ന പാല് ട്രാൻസിഷൻ മിൽക്കെന്നും പിന്നെ അതിനുശേഷമാണ് ശരിയായ രീതിയിൽ നമ്മൾ പറയുന്ന പാലും വരുന്നത്. ഇനി ഈ പാലിൽ തന്നെ അത്ഭുതമുണ്ട്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് വരുന്ന പാല്, ഒരു തവണ പാല് കൊടുക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന പാലിനെ ഫോർമിൽക്ക് എന്ന് പറയാം. ഫോർമിൽക്ക് എന്ന് പറയുന്നത് ദാഹം മാറ്റാനുള്ള പാലാണ്. അതിൽ തന്നെ കുട്ടി കുടിച്ചു വരുമ്പോഴാണ് വിശപ്പ് മാറ്റാനുള്ള ഹൈൻ മിൽക്ക് വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ പലപ്പോഴും പാല് കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് കൊടുത്ത് കുറച്ച് സമയം കൊടുത്ത് അങ്ങോട്ടേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും? വിശപ്പ് മാറുകയും ചെയ്യില്ല. അതിന് പകരം നമ്മളെ മലത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഗ്രീനിഷ് കളറായിട്ടാണ് മലം വരുന്നത് കണ്ടിട്ടുണ്ടാവാം. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ പാല് കൊടുക്കുന്ന രീതി ശരിയല്ല. അതേപോലെ തന്നെ മാസം തികയാതെ പ്രസവിച്ച കുട്ടിക്കാണെങ്കിൽ, പ്രീടേം ബേബീസിനാണെങ്കിൽ ഉണ്ടാവുന്ന പാല് വ്യത്യാസമാണ്. മാസം തികഞ്ഞ് പ്രസവിച്ച കുട്ടിക്ക് വേറെ പാലാണ്. ഓരോ സമയത്ത് മാറ്റം പാലാണ് വരുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, ഈ മുലപ്പാല് ഒരു മഹാത്ഭുതമാണ്. ഒരു മനുഷ്യരും ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുതമാണ്.